ഗായ്സ്, ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ലുലു മാളിലാണ് വന്നത് കേട്ടോ. വീട്ടിലിരുന്ന് അങ്ങനെ ബോറടിച്ചപ്പോൾ ഒന്ന് കറങ്ങിയാലോ എന്ന് തോന്നി. പിന്നെ ഞാനും എൻ്റെ അനിയത്തിയും കൂടി നേരെ ലുലു മാളിലോട്ട് വന്നു. ഞങ്ങളങ്ങനെ കുറച്ച് കറങ്ങി. പിന്നെ ഫുഡ് സെക്ഷനിലോട്ട് പോയി. ഫുഡെന്ന് പറഞ്ഞാൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് ഇന്ന് വാങ്ങിയിട്ടുണ്ട്, അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് വന്നതാണ്. മോർണിംഗ് വന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ഫുഡ് ഐറ്റംസ് മേടിച്ച് വന്നപ്പോൾ തന്നെ ഒരു മണി കഴിഞ്ഞു കേട്ടോ, ഉച്ചയായി. അപ്പോൾ നല്ല വിശപ്പാണ്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അടുത്ത കുറച്ചുകൂടി പരിപാടികളുണ്ട്. അത് കഴിഞ്ഞ് നേരെ വീണ്ടും ഞങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലോട്ട് പോകണം, വീട്ടു സാധനങ്ങൾ മേടിക്കണം. അങ്ങനെ ഇന്ന് ഫുള്ളൊരു ചെറിയ കറക്കം. അപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റീഫ്രഷ് ആവുമല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങൾ മാത്രം ചെയ്തിരിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഒരു മൈൻഡൊക്കെ ഒരു ഡള്ളായി, ഒരു ലൈഫിലോട്ടൊന്നും നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ പുറത്തിറങ്ങി വലിയ വലിയ ഷോപ്പിംഗ് ഒന്നും നടത്തേണ്ട, കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങുകൾ നടത്തി നമുക്കിഷ്ടമുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഒന്ന് റിലാക്സ് ആവും. പിന്നെ ഇപ്പോൾ ഫുഡൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മളൊരു വണ്ടിയിൽ പെട്രോൾ അടിക്കുക, നേരെ ഒന്ന് കറങ്ങുക, വണ്ടിയെടുത്ത് ഒരു റൗണ്ട് കറങ്ങി വരുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകും. അപ്പോൾ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഫുഡ് ഐറ്റംസ് പരിചയപ്പെട്ടാലോ. ഞാനിന്ന് ഉച്ചയായതുകൊണ്ട് റൈസ് കഴിക്കാൻ മേടിച്ചായിരുന്നു. റൈസിന് കോമ്പിനേഷനായിട്ട് വാങ്ങിയത് ഗോബി മട്ടർ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ കഴിക്കാത്ത ഐറ്റംസ് ഇന്ന് എന്തായാലും ട്രൈ ചെയ്യാം എന്നാണ് കരുതിയത് കേട്ടോ. പിന്നെ ഒരു കൊളസ്ട്രാ കണ്ടോ, ഇത് ഞാൻ ഫസ്റ്റാണ് ഇങ്ങനൊരു പേര് തന്നെ കേൾക്കുന്നത്. നിങ്ങളെന്നെ കളിയാക്കരുത്, നിങ്ങളൊക്കെ ഇത് കഴിച്ച് കാണും. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയത് ഈ ഇടയ്ക്കാണ്. അപ്പോൾ കൊളസ്ട്രാ കണ്ടത് ആദ്യമായിട്ടാണ്. ഇതെൻ്റെ അനിയത്തി എനിക്ക് സജസ്റ്റ് ചെയ്ത ഡിഷാണ്. ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ, നോക്കാം. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് നമ്മൾ സീഡ് ടോസ്റ്റ് ബ്രെഡാണ്. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും ഞാൻ കഴിച്ച് നോക്കിയില്ല, കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചിക്കൻ വിഭവം എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ. കാരണം നോൺ വെജ് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ പെരി പെരി ചിക്കൻ റോൾ. ഇതെങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ചിക്കൻ ഉണ്ടാകുമെന്ന് അറിയില്ല. എന്നാലും ചിക്കൻ എന്ന് പേര് കേൾക്കുമ്പോൾ ഉച്ചയ്ക്കൊരു ആശ്വാസം. ഇനി നമ്മളിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവേണേ. പനീർ പീസ് ഉണ്ട് പാറു, അത് നമ്മൾ ഗോബി മട്ടർ സൂപ്പറാണ് കേട്ടോ. നല്ല ഡിഷാണ്. എന്തായാലും നമുക്ക് ചിക്കനേക്കാളും വർത്തിയായിട്ട് തോന്നി. ഇതിൽ പനീറിൻ്റെ പീസുണ്ട്, ടൊമാറ്റോ, കോളിഫ്ലവർ. പക്ഷേ സൂപ്പർ ടേസ്റ്റ് കേട്ടോ, ഞാൻ കഴിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നമ്മുടെ കൊളസ്ട്രാ. ഇത് എന്തിലായാണെന്ന് നോക്കട്ടെ ഒന്ന്. കൊളസ്ട്രാ ഇത് നമ്മുടെ വെജിറ്റബിൾസ്, ക്യാബേജൊക്കെ ഉണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, മയണൈസ്. പക്ഷേ ടേസ്റ്റ് സൂപ്പർ കേട്ടോ. അപ്പോൾ കൊളസ്ട്രാ കൊള്ളാം. അപ്പോൾ നമ്മുടെ പെരി പെരി ചിക്കൻ റോൾ. ചിക്കനൊക്കെ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, അത് കാണുമ്പോൾ തന്നെ കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ബേക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ചിക്കനിലോട്ട് എത്താനാണ് ആവേശം, അതുകൊണ്ടാണ് ഞാൻ ഇതിനങ്ങ് എങ്ങനെയെങ്കിലും വേഗം പോയിക്കോട്ടെ. കടിച്ചിട്ടും ചിക്കൻ വരുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിക്കാം. നല്ല മല്ലിയിലുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്ര വലിയ ഇതൊന്നും തോന്നണില്ല. എന്തായാലും ട്രൈ ചെയ്തു. നമ്മുടെ ഈ സീഡ് ടോസ്റ്റ് ബ്രെഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ടോസ്റ്റഡ് ബ്രെഡ് ചിലപ്പോൾ വലിച്ചിട്ട് വരുന്നില്ല. ഇത് ഗോതമ്പ് ബ്രെഡാണ് കേട്ടോ. വരൂ. ചെറിയൊരു മധുരമുണ്ട്. പിന്നെ ഇത് എള്ളിട്ടിട്ടുണ്ട് കേട്ടോ, അല്ലാതെ നമ്മുടെ ഗോതമ്പ് ബ്രെഡാണ് ഇത് ടോസ്റ്റ് ചെയ്ത് വെച്ചത്. അപ്പോൾ ടോസ്റ്റ് ചെയ്തത് കൊണ്ട് പക്ഷേ
വലിക്കണമെങ്കിൽ രണ്ടാളിൻ്റെ സഹായം വേണം ഗൈസ്, വേണം. വരുന്നില്ല. അപ്പോൾ കൂടെ സഹായിക്കാൻ ആളുണ്ടെങ്കിൽ മാത്രം ഈ സാധനം വാങ്ങുക, ഇല്ലെങ്കിൽ അവോയ്ഡ്. ഓക്കെ, ഇനി ഞാൻ ഈ ഷോ കാണിച്ചാൽ എന്നെ ചവിട്ടിയെടുത്ത് അവിടെ എറിയും. കാരണം ഇവിടെ വിശപ്പ് സഹിക്കാനാവാതെ എൻ്റെ കൂടെ ഒരാൾ കൂടെ ഉണ്ട്. അപ്പം ഇനി ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, വാ.